ആളുകളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ ഉള്ളിൽ പേടിയാണ്, സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള പേടി. നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടത് നമുക്ക് നന്നാക്കാൻ പറ്റും. ഇതാണ് കളഞ്ഞാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് മരണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി, എല്ലാ ഈഗവും തീരും. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക ആവേശത്തോടു കൂടി ഓടിക്കുന്ന നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓടിക്കുന്ന ഒരു 10 കിലോമീറ്റർ ഒന്ന് കരുതൂലേ? വേണ്ട, ഞാൻ മരിച്ചിട്ട് അവളിങ്ങനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അത് നമ്മൾ അതായത് അപ്പം നമുക്ക് നമ്മുടെ നിസ്സാരതയാണ് മനസ്സിലാവും. ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യുക. റോക്കറ്റിനെ സാറ്റലൈറ്റ് ഡിസോൺ ചെയ്യും. എപ്പോൾ? ഈ റോക്കറ്റാണ് സാറ്റലൈറ്റിനെ പൊക്കി വിട്ടത്. പക്ഷെ അവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ സാറ്റലൈറ്റ് റോക്കറ്റിനോട് പറയും, അതെ ഓക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു, നീ കത്തിപ്പിടിച്ചിട്ടാണ് വന്നത്, ഇവിടെ എത്തി, അടിപൊളി, നൈസ്, നൗ ഡൈവോഴ്സ്. അപ്പോൾ റോക്കറ്റിനോട് സാറ്റലൈറ്റ് പറയും, റോക്കറ്റെ നീ താഴെ പോയിട്ട് ISROനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ കറങ്ങിയിട്ട് വരാം. കൺവിൻസിങ് സ്റ്റാർ അല്ലേ? ഞാൻ കറങ്ങിയിട്ട് വരാം. ആ കൺവിക്ഷൻ ഭയങ്കര പ്രധാനമാണ്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്, ഓരോന്നും ചെയ്യേണ്ട രീതികൾ വ്യത്യാസമുണ്ട്. നായ്ക്കുട്ടിയില്ലേ, പൊമറേനിയൻ നായ്ക്കുട്ടി, അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ മരുന്ന് കുടിക്കണില്ല അത്. അപ്പോൾ ഈ നായ്ക്കുട്ടിയുടെ ഉടമസ്ഥ അതിനിങ്ങനെ വായക്കട തുറന്ന് ചവിട്ടി ഇങ്ങനെ തുറന്ന് കുപ്പിയിൽ ഇങ്ങനെ കഴിക്കാൻ നോക്കുമ്പോൾ അതങ്ങ് കുറഞ്ഞു, കൊതറി ചില്ലുകുപ്പിയായിരുന്നു, പൊട്ടി, അവിടെ മൊത്തം പോയി. അപ്പോൾ ഇയാളകത്തുനിന്ന് ചൂലും ഇത് കൊടുത്തിട്ട് വൃത്തിയാക്കാൻ വേണ്ടി വരുമ്പോൾ നായ നക്കി കുടിക്കുന്നു. അതായത് അതിന് കുടിക്കുന്നത് അങ്ങനെയാണ്, പാത്രത്തിൽ ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമല്ല, അതിൻ്റെ രീതി വ്യത്യാസമുണ്ട്. കുട്ടികളുടെ അടുത്തുള്ള രീതികൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കുട്ടികളുടെ അടുത്തുള്ള രീതി വർത്താനം പറയേണ്ട രീതി, ചിലതൊക്കെ ട്രോള് കിട്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പൊ തന്ത വൈബ് ട്രോള് കിട്ടിയപ്പോഴല്ലേ നമ്മളൊക്കെ കുറെ പരിപാടി അവസാനിപ്പിച്ചത്. ഇത് തന്ത വൈബ് എന്നല്ലേ, അവരുണ്ടാക്കിയ കുറെ വാക്കുകളാ തിരിച്ച് നമ്മളും പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണാപ്പി, ഇപ്പോ ഐഫോണിന് വരെ കണ്ണാപ്പി ഫോൺ എന്ന് പറയണം. ഐഫോൺ പണ്ടൊക്കെ ഒരാളിങ്ങനെ കാണിച്ചാൽ ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഐഫോൺ കാണിച്ചോ കണ്ണാപ്പി ഫോൺ. പണ്ട് പൊരുത്തം ബൈക്കിൽ പോയാൽ എന്താ എൻ്റെ രസം. ഇപ്പോ കണ്ണാപ്പി റൈഡർ. അപ്പോ കണ്ണാപ്പി റൈഡർ ആവാതിരിക്കുക അവന്മാരെ ചെയ്യുന്നില്ല. വേറെ ഉണ്ടായിരുന്നു ഇതുപോലെ ഏതെങ്കിലും ഉണ്ടോ? നമുക്കിട്ട് അവര് തന്ത വൈബെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങളൊക്കെ വരും കേട്ടോ, സ്ത്രീകൾ ആരും പേടിക്കേണ്ട, പുതിയത് വരും. ഇപ്പൊ ഞങ്ങളത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാം.